ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങളുടെ അർത്ഥങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 6-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം 6-ാമത്തെ കഴിഞ്ഞു, ഇനി 7-ാമത്തെ. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർഥന പ്രഭൂത ത്രികകുപ്ധാമ പവിത്രം മംഗളം പരം. അഗ്രാഹ്യ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റാത്ത, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മൾക്ക് കണ്ണും കൊണ്ട് കാണാനോ ഒന്നും നമുക്കറിയില്ല, നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഭഗവാനെ നമുക്ക് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അറിയാൻ കഴിയില്ല. അതാണ് നമ്മൾ അഗ്രാഹ്യ എന്ന് പറയുന്നത്. ശാശ്വത എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള, എന്നും നിലനിൽക്കുന്ന, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ആളാണ് ഭഗവാൻ വിഷ്ണു, എന്നും നിലനിൽക്കുന്ന ആളാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇരുണ്ട, കറുത്ത, ശ്രീകൃഷ്ണൻ്റെ നിറം കറുത്ത കരിനീല കളറിനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കൃഷ്ണവർണ്ണമാണ് അത് ശരിക്കും. അപ്പോൾ അത് നമ്മൾ ഇരുണ്ട എന്നാണ് കൃഷ്ണ എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇരുണ്ടാണെന്ന് പറഞ്ഞാൽ, ഇരുണ്ടത് എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ അർത്ഥതലങ്ങളുള്ളതാണ്. ഇരുണ്ട എന്നുള്ളതിന് ഒരുപാട് നിഗൂഢതയും അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ്ങുകളുണ്ട്. പിന്നെ പറയുന്നത് ലോഹിതാക്ഷ എന്ന് പറഞ്ഞാൽ ചുവന്ന കണ്ണുകളോട് കൂടിയാണ്. അക്ഷ നമ്മൾ പറഞ്ഞു കണ്ണാണെന്ന്. കണ്ണുകൾ ലോഹിതാക്ഷ, അതായത് ഭഗവാനെ തന്നെ ചുവന്ന കണ്ണുകളോട് കൂടിയ, ചുവന്ന താമരയുടെ കണ്ണുകളോട് കൂടിയ ആൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ശരിക്കും. അപ്പോൾ ചുവന്ന കണ്ണുകളോട് കൂടിയ ആളാണ്. പ്രദർഥന, സർവനാശം വരുത്താൻ കഴിവുള്ള ആളാണ്. ഭഗവാൻ തന്നെ രുദ്രനാണ്. രുദ്രൻ കണ്ണ് തുറന്നാൽ സർവനാശമാണെന്ന് പറയും ശിവഭഗവാൻ. ഏത് കണ്ണ്? തൃക്കണ്ണ് തുറന്നാൽ സർവനാശം എന്ന് പറയാലോ. ശരിക്കും ശിവഭഗവാൻ തന്നെ, അതായത് സർവനാശം വരുത്തുന്ന ഭഗവാൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണെന്ന്. എല്ലാ ഭഗവാനും ഒന്നാണെന്ന് പറയുന്ന പോലെ, എല്ലാ വിഭൂതികളും ഒന്നാണെന്ന് പറയുന്ന പോലെ അതും മഹാവിഷ്ണുവാണ്. പ്രഭൂത എന്ന് പറഞ്ഞാൽ ഏറ്റവും തികഞ്ഞ, എല്ലാം തികഞ്ഞ ആൾ, പൂർണ്ണരൂപം. ത്രികകുപ്ധാമ, എന്ന് പറഞ്ഞാൽ 3 കകുബ് എന്ന് പറയുന്നത് 3 തലങ്ങളാണ്. അതിൻ്റെ ധാമ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം, അതായത് 3 തലങ്ങളുടെ അടിസ്ഥാനം. ഏതാണ് ഈ 3 തലങ്ങൾ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ 3 തലങ്ങളുടെ അടിസ്ഥാനമാണ് 4-ാമത്തെ തലമായ തുരീയം. ഈ തുരീയ അവസ്ഥ തന്നെയാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. ശരിക്കും യോഗമൊക്കെ പഠിക്കുന്നവർക്കാണ് അറിയാൻ കഴിയുന്നത്. സാധാരണക്കാരന് ഈ തുരീയാവസ്ഥ എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ യോഗം അനുഷ്ഠിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തുരീയാവസ്ഥയിൽ മാത്രം ആ തുര്യാവസ്ഥയെ തന്നെ ഭഗവാനായിട്ടാണ് പറയുന്നത്. പവിത്രം, ഏറ്റവും പരിശുദ്ധമായ. പരം മംഗളം, എല്ലായിടത്തും മംഗളം വരുത്തുന്ന, ഇരുട്ടിനെ മറിച്ച് എല്ലായിടത്തും മംഗളം കൊണ്ടുവരുന്ന ആൾ, അതാണ് ഭഗവാൻ. ഏറ്റവും മംഗളം എന്ന് പറയാം, ഏറ്റവും മംഗളമായിട്ടുള്ള ആൾ. ഒന്നും കൂടെ വായിക്കാം. 7-ാമത്തെ ശ്ലോകം. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷ പ്രദർഥന പ്രഭൂത ത്രികകുപ്ധാമ പവിത്രം മംഗളം പരം. അഗ്രാഹ്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള, ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്ത, ശാശ്വത എന്നും നിലനിൽക്കുന്ന, കൃഷ്ണ ഇരുണ്ട, ലോഹിതാക്ഷ ചുവന്ന നയനങ്ങളോട് കൂടിയ, പ്രദർഥന സമ്പൂർണ്ണ നാശം വരുത്തുന്ന, പ്രഭൂത പൂർണ്ണ രൂപത്തിലുള്ള,
ത്രികകുബ്ധാമ 4 അവസ്ഥകളെ, 4 തലങ്ങളെ, യോഗത്തിൻ്റെ 4 തലങ്ങളുടെ ബേസായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള അതിനൊക്കെ ഫൗണ്ടേഷനായിട്ടുള്ള 3 തലങ്ങൾ, 4 തലങ്ങളായിട്ടിരിക്കുമ്പോൾ അതിൽ 3 തലങ്ങളുടെ ഫൗണ്ടേഷൻ, അതാണ് തുരീയാവസ്ഥ. 3 തലങ്ങൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയാണ്. ഇവയുടെ അടിസ്ഥാനമായിട്ടുള്ള തുരീയാവസ്ഥ. പവിത്രം ഏറ്റവും പരിശുദ്ധമായ, പരം മംഗളം ഏറ്റവും മംഗളമായ. ഇനി 8ാമത്തെ ശ്ലോകമാണ്. ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. ഈശാന ഈ പ്രപഞ്ച ഘടകങ്ങളുടെയൊക്കെ നിയന്താവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടകങ്ങൾ നിയന്ത്രിക്കുന്ന ആൾ, നിയന്താവ്. പ്രാണത എല്ലാറ്റിനും, എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണം കൊടുക്കുന്ന ആൾ, പ്രാണ ഈ പ്രാണനിലടങ്ങിയിരിക്കുന്ന ആൾ, അതായത് പ്രാണൻ തന്നെ. ജ്യേഷ്ഠ എല്ലാവരെക്കാളും മുതിർന്ന, അതായത് ഭഗവാൻ എത്രയോ മുമ്പുള്ളതെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഭഗവാൻ എന്ന് തുടങ്ങി ഭഗവാനുണ്ട് എന്നാർക്കും അറിയില്ല. അതാണ് ഏറ്റവും മുതിർന്ന ആളെന്ന് പറയുന്നത്. ശ്രേഷ്ഠ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. പ്രജാപതി പ്രജകളുടെ പതി, അതായത് പ്രജകളുടെ ഈശ്വരൻ. ഹിരണ്യഗർഭ ഹിരണ്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിൻ്റെ ഗർഭത്തിലുള്ളത്, അതായത് പ്രപഞ്ചത്തിൻ്റെ ഗർഭത്തിൽ നിലകൊള്ളുന്നവൻ, അതായത് ഈ പ്രപഞ്ചത്തിൽ തന്നെ നിലകൊള്ളുന്നവനാണ്. ഭൂഗർഭ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിൻ്റെ ഗർഭപാത്രം, അതായത് പ്രപഞ്ചമുണ്ടായത് എവിടെ നിന്നാണ്? പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നതാണ്. അതുപോലെ പ്രപഞ്ചമുണ്ടായത് ഭഗവാനിൽ നിന്നാണ്. അതാണ് പ്രപഞ്ചത്തിൻ്റെ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഭഗവാനെ. മാധവ ലോർഡ് ഓഫ് മായയാണ് ശരിക്കും, അതായത് മായയുടെ ഈശ്വരനാണ്. മായയുടെ ഈശ്വരൻ, മായകൾ കാണിക്കുന്ന ആളാണല്ലോ കൃഷ്ണൻ. അതിന് വേറൊരു രീതിയിൽ വകഭേദം കൂടി പറയുന്നുണ്ട്. മധുവിദ്യ പ്രാക്ടീസ് ചെയ്തിട്ട് അറിയാൻ പറ്റാവുന്ന ആളെന്ന് മാധവന്. മധുവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഛാന്ദോഗ്യോപനിഷത്തിൽ പറയുന്ന ഒരു വിദ്യയാണ്. അത് നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു വിദ്യയല്ല. ആ വിദ്യ പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന ആളെന്നും പറയാം മാധവനെ. അല്ല എന്നുണ്ടെങ്കിൽ മായയുടെ ഈശ്വരൻ എന്നും പറയാം. മധുസൂദന, മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ കൊന്ന ആൾ. മധു എന്ന് പറഞ്ഞ അസുരനെ കൊന്ന ആണ് ഭഗവാൻ. അതാണ് മധുസൂദന എന്ന് പറയുന്നത്. അപ്പോൾ 8ാമത്തെ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന. ഈശാന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ നിയന്ത്രിക്കുന്ന ആൾ. പ്രാണത എല്ലാറ്റിനും പ്രാണൻ നൽകുന്ന ആൾ. പ്രാണൻ തന്നെ, പ്രാണനിൽ അടങ്ങിയിരിക്കുന്ന എന്താണോ അതാണ് ഭഗവാൻ. ജ്യേഷ്ഠ എല്ലാറ്റിലും മുതിർന്ന, ഏറ്റവും മുതിർന്ന ആൾ. ശ്രേഷ്ഠ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ. പ്രജാപതി പ്രജകളുടെ എല്ലാം ഈശ്വരൻ. ഹിരണ്യഗർഭ ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന. ഭൂഗർഭ പ്രപഞ്ചം എവിടെ നിന്നോ ഉണ്ടായത്, ആ സോഴ്സ്, അതായത് ഉറവിടം. മാധവ മായയുടെ ഈശ്വരൻ. അല്ല എന്നുണ്ടെങ്കിൽ മധു എന്ന വിദ്യ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുന്നവൻ. മധുസൂദനൻ, മധു എന്ന ഒരു അസുരനെ കൊന്ന ആൾ. ഇത്രയാണ് 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
കമൻറ്റ് ബോക്സിൽ അടിക്കണേ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇടാനായിട്ട് പ്രത്യേക താല്പര്യമുണ്ട്, എന്തിനെങ്കിലും പറ്റി വീഡിയോ ഇടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അടിക്കണമെന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കണേ, എനിക്കതൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.